അപ്പോൾ ഇതുമാതിരി മോഹൻലാലിനെ കുറിച്ചൊരു വാർത്ത വന്നു. ആ വാർത്ത ഒരു രാജകുടുംബമായിട്ടുള്ള അവിടുത്തെ നർത്തകിയുമായിട്ടുള്ള ഒരു സംഭവമാണത്. അത് മോതിരം മാറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. ഒരുപാട് കാലം വിവാഹത്തിനൊക്കെ മുമ്പാണ്. മുമ്പാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയല്ല. അപ്പോൾ അവിടുത്തെ എം ഡി പറഞ്ഞു അത് ശരിയാണത്, എനിക്ക് കിട്ടിയ കൊടുത്തോളൂ പറഞ്ഞു. വാർത്ത വന്നു. അവൾ വാർത്ത വന്നാൽ ഈ കുമ്പസാര രഹസ്യം പോലല്ലേ, ഞാൻ തന്നെയാണല്ലോ എല്ലാം ഏറ്റെടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ലാലു വിളിച്ചു. അത് ചൂടായിട്ട് വിളിച്ചേ, എന്നെ നിങ്ങൾക്ക് കുറിച്ച് എന്ത് വേണം എഴുതാം. എന്നോട് മാത്രമല്ല എം ഡിയെ വിളിച്ച് പറഞ്ഞു എഴുതാം. പക്ഷെ സിനിമാക്കാരിയല്ലാത്തൊരു സ്ത്രീയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്നു മുതൽ എൻ്റെ സിനിമയുടെ പരസ്യങ്ങളൊന്നും നിങ്ങൾക്ക് തരില്ല, ഞാനൊക്കെ കൊടുക്കില്ല, എനിക്ക് തരില്ല. എൻ്റെ ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ല. അത് മുമ്പ് വിളിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തമ്പി കണ്ണന്താനത്തിൻ്റെ സിനിമ ഷൂട്ടിംഗ് നടക്കുക. തമ്പി നമ്മൾ വിളിച്ചൊക്കെ അല്ലേ ചെന്നു. തിരുവനന്തപുരം ഭാഗത്താണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ഇങ്ങനെ ആൾക്കാർ നിറയെ വന്ന് നിൽക്കുക. അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് കൊല്ലം മോഹനാണ് വന്നിരിക്കുന്നത്. മോന ലാലിൻ്റെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ നോക്ക്. അതിന് മുമ്പ് ലാൽ കണ്ടു. ലാൽ വളരെ സ്വകാര്യമായിട്ട് ആദ്യം ലാൽ വിളിച്ച് പറഞ്ഞു, എൻ്റെ ഫോട്ടോ ആരും എടുക്കരുത്, എൻ്റെ ഫോട്ടോ കവറടിച്ച് കാശുണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതേ ഉച്ചത്തിൽ മോഹൻ ആര് പറഞ്ഞു മോഹൻലാലിൻ്റെ ഫോട്ടോ ഞാൻ പറഞ്ഞു. നാന ചിലവാകുന്നത് ഈ ആർട്ടിസ്റ്റിൻ്റെ പടയിട്ടൊന്നല്ല, നാന ചിലവാകുന്നത് നടികളുടെ പടയിട്ടിട്ടാണ്. അങ്ങനെ അഹങ്കാരനെ മാറ്റിച്ചേക്ക്. എന്താ വേണമെങ്കിൽ ഇനി 6 മാസം ലാലിൻ്റെ കവറടിക്കില്ല. അതേ വീറും വായിച്ചെന്ന് പറഞ്ഞിട്ട് അതങ്ങനെയായി. ആ പ്രശ്നങ്ങൾ. പക്ഷേ ഇത് ചെയ്താലും ലാൽ ദ്രോഹിക്കില്ല കേട്ടോ. അങ്ങനെ ക്വാളിറ്റി ലാലിനുണ്ട്. അത് കഴിഞ്ഞ് വേറെ പണക്കൊന്നുമില്ല, അതൊക്കെ പോവും. പിന്നെ വേറൊരു വാർത്ത ഇത് മറുപടി വന്നു. അത് കുറച്ചും കൂടി രൂക്ഷമായിട്ട് പ്രിയൻ്റെ ഒരു സിനിമ കടത്തനാടൻ അമ്പാടി. അപ്പോൾ അത് പ്രിയനാണ് ചെയ്യുന്നത്. നസീർ സാറുണ്ട്, ലാലുണ്ട്, എല്ലാ ടീമുണ്ട്. അപ്പോൾ ഞങ്ങൾ വിളിച്ചു. ഞാൻ വരില്ല, ലാലുണ്ട്. അവരിങ്ങോട്ട് വിളിച്ചു. എല്ലാവരും വിളിച്ചു. പ്രിയ ഇതൊക്കെ നോക്കില്ല, എല്ലാവരും വിളിക്കുമെന്ന്. ഞാൻ വരില്ല, അവിടെ നിന്ന് ലാല് സമ്മതിക്കുക. പിന്നെന്തിനാ നമുക്ക് അതല്ല, നമുക്ക് പ്രശ്നം തീർക്കാം. അവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ലാൽ ഒത്തിരി പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് പല്ലിശ്ശേരിയുടെ ഒരു കണക്കുമില്ല. ആ വാർത്ത പല്ലിശ്ശേരിക്ക് ആര് കൊടുത്തു അതറിഞ്ഞാൽ മതി, അത് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ ലാലെ ഞാൻ പറയില്ല. അതൊരു വിശ്വാസ വഞ്ചനയാണ്. കാരണം നിങ്ങളും എനിക്ക് വാർത്ത തന്നില്ല മുമ്പ്, മമ്മൂട്ടി തന്നു. എല്ലാം ആരെ വാർത്ത തരാതെ എനിക്ക് എല്ലാം ഞാൻ നേരെ വരി പറഞ്ഞിട്ടുണ്ടോ? എന്തിനു വേണമെന്ന് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ഇപ്പോൾ തന്നെ, അത് അന്നത്തെ അല്ല, ഈ ദിലീപിന് ഇത്രയും വിവാദ കേസുകൾ വന്നു. ഞാൻ സോഴ്സ് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, നിഷേധിക്കാൻ പറ്റില്ലോ. അത് പറഞ്ഞു. അപ്പോൾ പറ്റില്ല, എൻ്റെ ഫോട്ടോകൾ നിങ്ങൾ കവർ ചെയ്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അനീഫ വന്നു. അനീഫയുടെ തീർക്കടേ നീ ഇങ്ങനെ തന്നെ. അനീഫ ഞാൻ ഒരു ബ്രദേഴ്സ് പോലെയാണ്. ഞാൻ എങ്ങനെ അനീഫ തീർക്കുക? ഞാൻ നിങ്ങളുടെ പേര് പറയട്ടെ? അയ്യോ നിന്നെ കൊന്നുകളയും ഞാൻ. പിന്നെ എന്താ പേര് പറഞ്ഞ് എനിക്കറിയാം. ലാൽ പ്രതികാരം ചെയ്യുമെന്ന് എനിക്കറിയാം. അവസാനം ലാൽ എന്നോട് പറഞ്ഞു, വേറെ ആരോട് പറയില്ല. ആ പ്രോമിസ് പ്രിയനറിയില്ല, ആരും അറിയില്ല, നമ്മൾ 2 പേര് മാത്രമേ അറിയുള്ളൂ. പറയാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ലാലെ ഇതൊരു പറയില്ലല്ലോ. പറഞ്ഞാൽ പറഞ്ഞൂടെ? ഞാൻ ലാലോ ഇന്ന ആളാണ് പറഞ്ഞു. ലാൽ പറഞ്ഞു എനിക്ക് മനസ്സിലായി അയാളായിരിക്കുള്ളൂ എന്നുള്ളത്, പക്ഷെ ഊഹം വെച്ച് പറയാൻ പാടില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലത്തേക്ക് ആ നടൻ മോഹൻലാലിൻ്റെ പടത്തിലുണ്ടായിട്ടില്ല എന്നുള്ളത്. ലാലിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്? ലാൽ അങ്ങനെ ഒരു ദ്രോഹിയില്ല. അതെനിക്ക് മനസ്സിലായി. അങ്ങനത്തെ ദ്രോഹിയൊന്നുമില്ല. പക്ഷെ നമുക്ക് വിചാരിച്ച സ്ഥാനത്ത് ചിലപ്പോൾ മാറ്റർ കിട്ടിയിട്ടുണ്ടാവില്ല, മാറ്റർ സഹകരിക്കുന്നില്ല. അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണെന്ന് ആലോചിക്കണം. അങ്ങനെ കുറേ മോഹൻലാലിൻ്റെ സിനിമയിൽ സ്ഥിരമായി ഉണ്ടാകുന്ന നടനായിരുന്നല്ലേ? മോഹൻലാൽ അല്ല, ഞാൻ അന്ന് വരുമ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞിട്ടാണ് ലാൽ നമ്മൾ അടുപ്പം എന്നുള്ള ശരി. അടുപ്പം എന്ന് പറഞ്ഞാൽ ലാലിന് പ്രത്യേകിച്ച് അങ്ങനെ അടുപ്പം എന്താ പറയുക, ലാൽ അകറ്റി നിർത്തേണ്ട ഒരു അകറ്റി നിർത്തും. ലാലിങ്ങനെ സ്റ്റഡി ചെയ്ത് നിർത്തലാണ് ശരിക്കും. അപ്പോൾ അതിപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ അയച്ചിട്ടുണ്ട്. എന്നാൽ ലാലിനെ കുറിച്ച് നല്ലത് എഴുതണം, നല്ല ദ്രോഹം മാത്രമേ ആവശ്യമില്ലല്ലോ. ഇപ്പോഴല്ലേ ഇവരെല്ലാവരും വലുതായി കഴിഞ്ഞിരിക്കുന്നു.